ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 4 വർഷം പൂർത്തിയായി. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ കൺസീവ് ആയിരുന്നു. എൻ്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒരുപാട് കൂടി. അങ്ങനെ അത് കുഞ്ഞിൻ്റെ ലങ്സിനുള്ളിലേക്കൊക്കെ കയറി. അന്ന് ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണം, എൻ്റെ ലൈഫിന് റിസ്ക് ആണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചെയ്യാൻ തയ്യാറായില്ല. പക്ഷേ പെട്ടെന്ന് എനിക്ക് ബ്ലീഡിങ് വന്നു, നോർമൽ ഡെലിവറി നടന്നു. അങ്ങനെ പക്ഷേ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടു. ഡോക്ടർ കുറേ ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങും ഒക്കെ വിട്ടു. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു നോർമലി ഈ ഒരു അസുഖം എനിക്കുള്ളതുകൊണ്ട് നോർമലി കൺസീവ് ആവാൻ പാടാണ്, ഇപ്പോൾ കുറച്ച് ടാബ്ലറ്റുകൾ എടുക്കണം, ആ ടാബ്ലറ്റ് വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് ഹോർമോൺ ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാതാവ് ഇനി എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ അത് മാതാവ് തന്നതാണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. പ്രഗ്നന്റ് ആകാൻ വേണ്ടി ഞാൻ ഒരു മെഡിസിനും എടുക്കത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ചിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു എത്ര നാൾ വേണേലും ഞാൻ കാത്തിരിക്കാം, നീ തരുന്നിടം വരെ, പക്ഷെ ഞാൻ ഒരു മെഡിസിനും ഇതിന് വേണ്ടിയിട്ട് എടുക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി. ശരിക്കും ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ്. 2ാമത്തെ മാസം തന്നെ ഞാൻ കൺസീവ് ആയി, നോർമലി ഒരു മെഡിസിനും എടുക്കാതെ. ഡോക്ടേഴ്സിന് എന്നെ വിശ്വസിക്കാൻ പാടായിരുന്നു. അങ്ങനെ മാതാവിന്റെ വണക്കമാസം മെയ് മാസം ഞാൻ കൺസീവ് ആയി. എന്റെ ലൈഫിന് ഭയങ്കര റിസ്ക്കിയാണ് ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനീ പ്രഗ്നൻസി നോക്കി, തന്റെ ലൈഫിന് റിസ്ക് അല്ലേ, പിന്നെ കുഞ്ഞിനെ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, ഒരു 50-50 ചാൻസ് ആണ്. അപ്പോൾ കുഞ്ഞിനേക്കാളേറെ എന്റെ ലൈഫിന് ഭയങ്കര റിസ്ക് ആണ് ഈ ഒരു പ്രഗ്നൻസി. പക്ഷെ ഞാൻ മാതാവിൽ ഉറച്ചു നിന്നു. എന്തെങ്കിലും നോർമൽ ഡെലിവറി എനിക്ക് ഇമ്പോസിബിൾ ആണെന്ന് ഡോക്ടർ പറയാണ്. കുറേ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്ത് വന്ന് ഈശോ പറയുന്ന പോലെ എനിക്ക് തോന്നാണ്, അഖില, ഡോക്ടർ അല്ല നിന്റെ ദൈവം, ഞാനാണ് നിന്റെ ദൈവം, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈശോ എന്നോട് പറയുന്നത് പോലെ തൊട്ടടുത്ത് നിന്ന് ഈശോ ചിരിച്ചുകൊണ്ട് പറയുന്ന പോലെ എനിക്ക് തോന്നാണ്. മാതാവ് എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് നോർമൽ ഡെലിവറിയിൽ എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു.